10 to Grow USDT എന്ന് പറയുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ ടോട്ടൽ പ്ലാൻ പ്രസൻറ്റേഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കതിന് മുമ്പായിട്ട് നമുക്കൊരു ഹൈലൈറ്റ്സുകളിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് നമുക്ക് പ്ലാനിലേക്ക് കിടക്കാം. ഓക്കെ, ഇതൊരു സ്മാർട്ട് കോൺട്രാക്റ്റാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നിർമ്മിച്ചിട്ടുള്ളൊരു സ്മാർട്ട് കോൺട്രാക്റ്റാണ്, ബിൽഡ് ചെയ്തിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്റ്റാണ്. USDT ആണ് ഇതിലെ യൂസ് ചെയ്യുന്ന, ഈ പ്രോജക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ള കോയിൻ. അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ളൊരു കോയിനാണ് USDT, സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കോയിനാണ്. 10 USDT മാത്രമാണ് നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് ആദ്യമായും അവസാനമായും ഒരു വ്യക്തി കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഈ പ്ലാൻ 100% സ്പോട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന പ്ലാനാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് 100% ഡിസ്ട്രിബ്യൂഷൻ എന്ന്. സ്പോട്ട് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരു വ്യക്തി ഈ പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അദ്ദേഹം 10 USDTയുമായിട്ടാണ് വരുന്നത്. സ്പോട്ടിൽ തന്നെ 10 USDTയും ആരൊക്കെയാണോ ബെനിഫിഷ്യറീസ് അവരിലേക്ക് ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ഫർ ആയി പോകുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനൊരു കാരണം കൂടി ഉണ്ട്. ഇവിടെ 0% അഡ്മിൻ ഫീ, 0% മെയിൻ്റനൻസ് ഫീ, 0% റോയൽറ്റി ഇൻകം, 0% അതർ കട്ടിംഗ് ചാർജസ്, അങ്ങനെ ഒന്നുമില്ല. അതായത് ഒരു നയാ പൈസ പോലും ഇവിടെ ഈ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഹോൾഡാകാതെ 100% സ്പോട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന ഒരു പ്ലാനാണ് 10 to Grow USDT എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതൊരു ട്രൈനറി മാട്രിക്സ് ആണ് ഇതിൽ വർക്കൗട്ട് ആവുന്നത്. 1, 3, 9, 27, 81 എന്നിങ്ങനെ പോകുന്ന ഒരു മാട്രിക്സ് ആണ് ട്രൈനറി. ആകെ ഒരേ ഒരു ക്രൈറ്റീരിയ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. ആദ്യമായും അവസാനമായും നിങ്ങൾ ചെയ്യേണ്ടത് 3 പേരെ ഈ പ്രോഗ്രാമിലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ലെവലിൽ നിന്നുള്ള ഇൻകം ജനറേഷൻ ഉണ്ടാകും. ഓക്കെ, സിംഗിൾ ക്രൈറ്റീരിയ ആണെന്ന് പറഞ്ഞു, 3 പേരെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. ഇനി അതിനൊരു കണ്ടീഷൻ ഉള്ളത്, നമ്മൾ 3 പേരെ കൊണ്ടുവരുമ്പോൾ എപ്പോഴാണോ 3 പേരെ കൊണ്ടുവരുന്നത് അതുവരെ നമുക്ക് ഇൻകം ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും 10 ദിവസം കഴിഞ്ഞാൽ എന്നിട്ടും നമുക്ക് ക്രൈറ്റീരിയ ഫുൾഫില്ല് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത്രയും തുക, അതുവരെ വന്ന തുക അപ്ലൈൻ 3ക്ക്, നമ്മുടെ 3rd അപ്ലൈന് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആവും. നെക്സ്റ്റ് ഡേ മുതൽ, പിറ്റേ ദിവസം മുതൽ വീണ്ടും നമുക്ക് ഈ പറയുന്ന ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഓരോ 10 ദിവസം കൂടുമ്പോഴും നമ്മളുടെ ഇൻകം അപ്ലൈൻ 3ലേക്ക് പോകും, നമ്മൾ ക്രൈറ്റീരിയ ഫില്ല് ചെയ്തില്ലെങ്കിൽ മാത്രം. ഓക്കെ, ഇനി ഓട്ടോമാറ്റിക് വിഡ്രോവലാണ്. ഇതിൻ്റെ ടോപ്പ് ഹൈലൈറ്റുകളിൽ ഒന്നാണ്. അതായത് സാധാരണ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വിളിച്ച് പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഇവിടെ എവിടെ എൻട്രി വന്നാലും അതിൻ്റെ ടോപ്പപ്പും ശ്രദ്ധിക്കുക, വിഡ്രോവൽ മാത്രമല്ല ടോപ്പപ്പ് വരെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ടാണ് പോവുക. ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നത് ഡയറക്റ്റ് സ്മാർട്ട് കോൺട്രാക്റ്റിലേക്കല്ല, നേരെ നമ്മുടെ വാലറ്റിലേക്കാണ് വിഡ്രോവലും ടോപ്പപ്പും സംഭവിക്കുന്നത്. ഓക്കെ, അതൊരു വലിയ ഹൈലൈറ്റാണ്. പിന്നെ അൺലിമിറ്റഡ് ലെവൽ ഇൻകം, അത് അൺലിമിറ്റഡ് ലെവൽ ഇൻകം സംഭവിക്കുന്നത് തന്നെ ഈ ഓട്ടോമാറ്റിക് വിഡ്രോ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ എവിടെ പ്ലേസ് ചെയ്താലും നമുക്ക് ഇപ്പോൾ ഇൻഫിനിറ്റ് നമ്മുടെ ക്രൈറ്റീരിയ നമ്മൾ പൂർത്തിയാക്കി, നമ്മുടെ ഫസ്റ്റ് ലെവലിൽ 3 പേര് വന്നു, ഇനി സെക്കൻഡ് ലെവലിൽ വന്നില്ല, 3rd ലെവലിൽ ഒരാൾ 2 പേര് 3 പേരേ ഉള്ളൂ, അങ്ങനെ 10ാമത്തെ ലെവലിൽ പോലും എൻട്രികൾ വന്നാൽ പോലും നമുക്കത് ഇൻകം അവിടെ നിന്ന് സ്പോട്ടിൽ തന്നെ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. അത് വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഓട്ടോഫിൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, ഇൻ കേസ് നമുക്കൊരു ഡിലേ വരികയാണ് എന്തെങ്കിലും കാര്യങ്ങൾ പ്രകാരം എന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ അപ്ലൈനിൽ നിന്നും അങ്ങനെ മുകളിലുള്ള അപ്ലൈൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ വരുന്ന 4ാമത് എൻട്രികൾ ഒക്കെ ഓട്ടോഫില്ലായിട്ട് നമ്മളുടെ എവിടെയാണോ വീക്കായി കിടക്കുന്നത് അവിടേക്ക് സ്പിൽ ഓവറുകളായിട്ട് വന്ന് വീഴും. ഇപ്പോൾ നമ്മൾ 3 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചു, 4ാമത്തെ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതും നമ്മുടെ ടീമിൽ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും വരിക. ഓക്കെ, ഇത് ഗ്ലോബൽ ഓട്ടോഫില്ലല്ല. ആരും ആദ്യം തന്നെ ജോയിൻ ചെയ്ത് എല്ലാവരും നമ്മുടെ താഴെ വരുമെന്ന് വിചാരിക്കരുത്. ഇത് ടീമിൽ നടക്കുന്ന ഓട്ടോഫിൽ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ലെവലുകൾ കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഉള്ളതൊരു ടോട്ടൽ ടീം കോൺട്രാക്റ്റാണ്. ഈ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ വരുന്നത്. നമുക്ക് സ്മാർട്ട് കോൺട്രാക്റ്റിൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും ലെവലുകളിൽ ബ്ലോക്ക് വരികയാണെങ്കിൽ, അവിടെ നിന്ന് വർക്ക് അങ്ങോട്ട് നീങ്ങുന്നില്ല എങ്കിൽ നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കാറില്ല. കാരണം ഒരു വാലറ്റ് അഡ്രസ്സ് മാത്രമാണ് ഉണ്ടാകുക. ഇവിടെ നമുക്ക് ടോട്ടൽ ടീം കോൺടാക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിളിച്ചിട്ട് നമുക്ക് അന്വേഷിക്കാം എന്തുകൊണ്ടാണ് വർക്ക് നീങ്ങാത്തത്. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് നീങ്ങിയാലാണ് ഈ പറയുന്ന മുകളിലുള്ള എല്ലാ അപ്ലയൻസിനും ഇൻകം ജനറേറ്റ് ആകുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിനെ വിളിക്കും. നമ്മൾ മാത്രമല്ല,
അദ്ദേഹത്തിൻ്റെ അപ്ലൈൻസ് ആരായാലും ഇപ്പോൾ ഒരു 6th ലെവലിലാണ് ഈ വർക്ക് നടന്നെങ്കിൽ 5th ലെവലിലുള്ളതും 4th ലെവലിലുള്ളതും 3rd ലെവലിലുള്ളതും ഒക്കെയുമായിട്ടുള്ള അപ്ലൈൻസ് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യും, ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഓക്കെ, ഇതൊരു വലിയൊരു ഹൈലൈറ്റാണ്, ശ്രദ്ധിക്കണം. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും എന്താ പറയുക, ഇന്ത്യയിൽ തന്നെ ഒരു സിസ്റ്റത്തിലും വരാത്ത എന്നാൽ നമ്മൾ വളരെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഹൈലൈറ്റാണിത്. USDT കൺവേർഷൻ ടു INR. അതായത് നമ്മൾ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ലഭിക്കുന്നത് ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ്. അത് നമുക്ക് എൻകാഷ് ചെയ്യാനായിട്ട്, ക്യാഷ് ഇന്ത്യൻ റുപ്പിയയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്ചേഞ്ചുകളെയോ അതല്ലാന്നുണ്ടെങ്കിൽ ലീഡർമാരെയോ മറ്റു പല കാര്യങ്ങളും ആശ്രയിക്കേണ്ടി വരാറുണ്ട്. അത് പലപ്പോഴും പ്രോപ്പറായിട്ട് നടക്കാറുമില്ല. ഇവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു ഗുണമുള്ളത് നമ്മളുടെ ആപ്പുമായിട്ട്, നമ്മുടെ സ്മാർട്ട് കോൺട്രാക്റ്റുമായിട്ട് സഹകരിക്കുന്ന ഒരു ആപ്പ് ത്രൂ നമുക്ക് നമ്മളുടെ USDT എത്രയാണോ നമുക്ക് കിട്ടിയത് അതിലാവശ്യമുള്ളത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും, ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് ചെയ്യുന്നത് പോലെ ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും ബാങ്ക് ട്രാൻസ്ഫർ വഴിയൊക്കെ നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്ഫർ വഴിയും QR കോഡ് ഉപയോഗിച്ച്, ഗൂഗിൾ പേൻ്റെ QR കോഡ്, ഫോൺ പേയുടെ QR കോഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് USDT നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മളുടെ നിന്ന് ഡിഡക്റ്റ് ആവുന്നത് ഇപ്പോൾ 1 രൂപ മുതൽ 1 ലക്ഷം വരെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. നമ്മുടെ നിന്ന് ഡിഡക്റ്റ് ആവുന്നത് USDTയുടെ ആയിട്ടായിരിക്കും, അദ്ദേഹത്തിന് കിട്ടുന്നത് INR ആയിട്ടായിരിക്കും. ഇത് ലീഗലാണ്, ലൈസൻസ്ഡ് ആണ്. 1% TDS ഗവൺമെൻറ്റിക്ക് കട്ടായിട്ട് തന്നെയാണ് ബാക്കി നമുക്ക് ട്രാൻസ്ഫർ ആവുക. ഒരു ട്രാൻസാക്ഷൻ ഒരു TDS ആയിട്ട് കട്ടാവും, 1% TDS. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഹൈലൈറ്റ്സ് ഉള്ളത്. ഈ ഹൈലൈറ്റ്സ് ഒരിക്കലും മറക്കരുത്. കാരണം ഇതിന് വേണ്ടി മാത്രം, ഈ ആപ്പിൻ്റെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് കരുതിയിട്ടും ഈ $10 മുടക്കുകയാണെങ്കിൽ കൂടി നമുക്കിത് ലാഭമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഹൈലൈറ്റ്സ്. ഇനി നമുക്ക് 10 crore USDT എന്ന് പറഞ്ഞിട്ടുള്ള മാജിക്കൽ മാട്രിക്സിൻ്റെ പ്ലാനിലേക്ക് വരാം. ഓക്കെ.